സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 29 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്പീഡ്. എപ്പോഴും എന്ത് ചെയ്താലും നമുക്ക് ഒരുപക്ഷെ യാത്രയായിക്കോട്ടെ സ്പീഡാണ് ആവശ്യം. നമ്മളുടെ പ്രിപ്പറേഷൻസും നമ്മളുടെ എക്സാം എഴുതുവാനും എവിടെയും നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ സ്പീഡ് ആണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പ്രിപ്പറേഷനും അതുപോലെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് പഠിക്കാൻ സാധിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കോൺസെൻട്രേഷന്റെ പ്രാക്ടീസ് കൂടി ചെയ്യേണ്ടത് നല്ലതാണ്. നമ്മൾ പലപ്പോഴും ഒരേ സമയം 2-3 കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടാൽ നമ്മളുടെ കോൺസെൻട്രേഷന് പകരം നമ്മൾ ഡിസ്ട്രാക്ഷനിലേക്കാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ ഒരേ സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. നല്ല റിസൾട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നലത്തെ കറണ്ട് അഫേഴ്സിൽ വന്നൊരു ചോദ്യമാണ്: The B.1.1.529 variant Omicron was first reported to World Health Organization by which country on 24th November 2021? B.1.1.529 variant Omicron 2021 നവംബർ 24 ഏത് രാജ്യമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്? ഇതിന്റെ ഉത്തരം സൗത്ത് ആഫ്രിക്ക. ഈ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ഓരോരുത്തർക്കും JD's കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് മാൽദീവ്സ് ഹു വാസ് ഓൺ എ 6-day വിസിറ്റ് ടു കൊച്ചി ആൻഡ് കണ്ണൂർ ഫ്രം 23rd November to 28th November 2021? 2021 നവംബർ 23 മുതൽ 28 വരെ കൊച്ചിയിലും കണ്ണൂരിലും 6 ദിവസത്തെ സന്ദർശനത്തിനായി മാലദ്വീപ് പ്രതിരോധ മന്ത്രിയുടെ പേരെന്താണ്? മാരിയ അഹമ്മദ് ദീദി. മാൽദീവ്സിന്റെ ഡിഫൻസ് മിനിസ്റ്ററാണ് മാരിയ അഹമ്മദ് ദീദി. 2018 നവംബർ 17 മാരിയ അഹമ്മദ് ദീദി ഡിഫൻസ് മിനിസ്റ്ററായിട്ട് ചുമതലയേറ്റെടുത്തത്. മാൽദീവ്സിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ഇബ്രാഹിം മുഹമ്മദ് സോലി. 2021 നവംബർ 23 മുതൽ 28 വരെ കൊച്ചിയിലും കണ്ണൂരിലും 6 ദിവസത്തേക്ക് എത്തിയിരുന്നു. മാലദ്വീപുമായി ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും മാലദ്വീപ് ദേശീയ പ്രതിരോധ സേനയും ഇന്ത്യൻ നാവികസേനയും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയും ചെയ്തുവെന്ന് നാവികസേനയുടെ പ്രസ്താവനയിൽ പറഞ്ഞു. What is the name of the contemporary art exhibition conducted by the Kochi Binale Foundation which has been extended till 31st December? ഡിസംബർ 31 വരെ നീട്ടിയ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ നടത്തുന്ന സമകാലിക കലാ പ്രദർശനത്തിന്റെ പേരെന്താണ്? ലോകമേ തറവാട്. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ നടത്തുന്ന ലോകമേ തറവാട് എന്ന കോണ്ടംപററി ആർട്ട് എക്സിബിഷൻ ഇപ്പോൾ ഡിസംബർ 31 വരെ നീട്ടിയിരിക്കുന്നു. ഏപ്രിൽ 18 ഇത് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ കോവിഡ് മൂലം ഓഗസ്റ്റ് 14 ജനങ്ങൾക്ക് ഈ എക്സിബിഷൻ തുറന്നു കൊടുത്തിരുന്നത്. 56 സ്ത്രീകൾ ഉൾപ്പെടെ 267 കലാകാരന്മാരുടെ സൃഷ്ടികൾ ആലപ്പുഴയിലും കൊച്ചിയിലെയും വേദികളിൽ ആർട്ട് എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കേരള കോൺഗ്രസ് എം ലീഡർ ജോസ് കെ മാണി ഈസ് കണ്ടസ്റ്റിംഗ് ടു രാജ്യസഭ സീറ്റ് ഓൺ വിച്ച് ഡേറ്റ്? കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി ഏത് തീയതിയിലാണ് രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നത്? 29th നവംബർ 2021. കേരളത്തിലെ ഒരു രാജ്യസഭാ സീറ്റും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെയും ഒരു സീറ്റിന് വേണ്ടി 2021 നവംബർ 29 രാജ്യസഭാ ഇലക്ഷൻ നടക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ ലീഡർ ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ അർപ്പിത ഘോഷും. ഈ വർഷം ജനുവരി 11 ജോസ് കെ മാണി രാജ്യസഭാ സീറ്റ് രാജിവെച്ചിരുന്നു. ഈ സീറ്റ് 2024 ജൂലൈ വരെയായിരുന്നു. എന്നാൽ വീണ്ടും അതേ സീറ്റിലേക്ക് ജോസ് കെ മാണി ഇന്ന് മത്സരിക്കുകയാണ്. The first convocation of the University of Patanjali was held on which date?
പതഞ്ജലി സർവകലാശാലയുടെ ആദ്യ ബിരുദം ഏത് തീയതിയിലാണ് നടന്നത്? 28 നവംബർ 2021. 2021 നവംബർ 28 ഹരിദ്വാറിൽ നടന്ന പതഞ്ജലി സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്തു. യൂണിവേഴ്സിറ്റി ഓഫ് പതഞ്ജലി ആക്ട് 2006 ഉത്തരാഖണ്ഡ് പാസാക്കിയ ശേഷം 2006 ഹരിദ്വാറിലാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ഇതിന്റെ സ്ഥാപകരാണ് സ്വാമി രാംദേവും ആചാര്യ ബാലകൃഷ്ണനും. Which party won a landslide victory in the municipal elections in Tripura by winning 217 of the 222 seats? ത്രിപുരയിലെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ 222-ൽ 217 എണ്ണത്തിൽ വൻ വിജയം നേടിയ പാർട്ടി ഏതാണ്? ബിജെപി. ത്രിപുരയിൽ നവംബർ 25 നടന്ന ഇലക്ഷനിൽ 222 സീറ്റിൽ 217 സീറ്റ് വിജയിച്ച് ബിജെപി വൻ വിജയം നേടി. മറ്റു 5 സീറ്റുകൾ 3 സീറ്റ് CPIM-നും 1 സീറ്റ് തൃണമൂൽ കോൺഗ്രസിനും 1 സീറ്റ് ടിപ്ര ഇൻജീനിയസ് പ്രോഗ്രസീവ് റീജിയണൽ അലയൻസിനുമാണ്. കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പിൽ 1 സീറ്റും ലഭിച്ചില്ല. ത്രിപുരയുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററാണ് ബിപ്ലബ് കുമാർ ദേവ്. ഇദ്ദേഹം BJP അംഗമാണ്. Name of the Sweden's first woman prime minister who stepped down within hours of being elected. തിരഞ്ഞെടുക്കപ്പെട്ട് മണിക്കൂറുകൾക്കകം സ്ഥാനമൊഴിഞ്ഞ സ്വീഡന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുടെ പേര്? മാഗ്ഡലെന ആൻഡർസൺ. സ്വീഡന്റെ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് സ്വീഡൻ എന്ന പദവി നേടിയ മാഗ്ഡലെന ആൻഡർസനെ പ്രധാനമന്ത്രി സ്ഥാനം ഏതാണ്ട് 7 മണിക്കൂറിനുള്ളിൽ ഒഴിയേണ്ടി വന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അംഗമായിരുന്ന മാഗ്ഡലെന ആൻഡർസൺ ഗ്രീൻ പാർട്ടിയുമായിട്ടുള്ള കൂട്ടുകക്ഷിയിലാണ് സ്ഥാനമേറ്റെടുത്തത്. എന്നാൽ ഗ്രീൻ പാർട്ടി ആൻഡർസൺ ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ച ഉടനെ തന്നെ ഗ്രീൻ പാർട്ടി സഖ്യം വിടാൻ തീരുമാനിച്ചു. Name of the Indian tennis player who won his maiden challenger level singles title on 28 November 2021. 2021 നവംബർ 28 തന്റെ ആദ്യത്തെ ചലഞ്ചർ ലെവൽ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരന്റെ പേര്? രാംകുമാർ രാംനാഥൻ. ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള രാംകുമാർ രാംനാഥൻ തന്റെ ആദ്യത്തെ ചലഞ്ചർ ലെവൽ സിംഗിൾസ് ടൈറ്റിൽ വിജയിച്ചു. റഷ്യയുടെ എവൻച്നി കാർലോസ്കിനെ ആണ് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രാംകുമാർ രാംനാഥൻ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്കുള്ള ഒരു ചോദ്യമാണ്. Who will be taking over as Chief of Naval Staff on 30th November 2021? 2021 നവംബർ 30 നാവികസേന മേധാവിയായി ആര് ചുമതലയേൽക്കും? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.